ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ടി അരിഫലി, നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ഡോക്ടർ എം കെ മുനീർ, പ്രിയപ്പെട്ട ശ്രീ എം കെ രാഘവൻ എം പി, ശ്രീ പി ടി എ റഹീം എം എൽ എ, ശ്രീ എ പ്രദീപ് കുമാർ എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കാനത്തിൽ ജമീല, ശ്രീ ഡോക്ടർ അബ്ദുസലാം അഹമ്മദ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി അസ്മാബി, നമുക്കെല്ലാം വളരെ പ്രിയങ്കരനായ ശ്രീ എം ഡി നാലപ്പാർ, മാധ്യമം എഡിറ്റർ ശ്രീ ഒ അബ്ദുറഹിമാൻ, ശ്രീ വി കെ അംസ അബ്ബാസ്, ശ്രീ യാസിൻ അഷ്റഫ്, ശ്രീ ഖാലിദ് മൂസ നദ്വി, ശ്രീ അബ്ദുള്ള ചെറികാട്ട്, മറ്റ് ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ മീഡിയ വൺ TV അതിൻ്റെ ശിലാഫലകം അനാച്ഛായനം ചെയ്തുകൊണ്ട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വിവരം നിങ്ങളെ അറിയിക്കുക. ദൃശ്യ മാധ്യമ രംഗത്തെ മീഡിയ വൺ TV ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ആയി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിരവധി ദൃശ്യ മാധ്യമങ്ങളുടെ കാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുമെന്നാണ് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഇവിടെ വളരെ വ്യക്തമാക്കിയത്. അതിനെ എല്ലാവരും സ്വാഗതം ചെയ്യും എന്നത് യാതൊരു സംശയവുമില്ല. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ ശോഭനമായ ഭാവിക്ക് വേണ്ടി മാധ്യമങ്ങൾക്ക് വലിയ സംഭാവന ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സാമൂഹ്യ തിന്മകൾക്കെതിരെ നാടിൻ്റെ വിജയകരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും. ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ മീഡിയ വൺ TVക്ക് സാധിക്കും എന്ന് ഇതിൻ്റെ പിന്നിലെ പ്രേരക ശക്തി, പ്രചോദനമായ മാധ്യമം പത്രത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വിമർശനം ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അനിവാര്യമാണ്. ജനാധിപത്യ രാജ്യത്ത് ആ വിമർശനത്തിലൂടെയാണ് മാധ്യമങ്ങൾ തിരുത്തൽ ശക്തികളായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കടുത്ത മത്സരത്തെ നേരിട്ടുകൊണ്ട് മാധ്യമം തങ്ങളുടേതായ ആ സ്ഥാനം മാധ്യമരംഗത്ത് ഉറപ്പിച്ചത് നമ്മളെല്ലാം കണ്ടു. അതുപോലെ തന്നെ ദൃശ്യമാധ്യമ രംഗത്ത് മീഡിയ വണ്ണും അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി വിജയകരമായി മുന്നോട്ട് വരും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ആ രംഗത്ത് നമുക്ക് എല്ലാവിധ ഭാവുകങ്ങളും നമുക്ക് നേരാം. നമ്മുടെ നാട്ടിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്, ധാരാളം കഷ്ടപ്പാടുകളുണ്ട്, ധാരാളം വേദനിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അവരുടെ വേദനകളും അവരുടെ ബുദ്ധിമുട്ടുകളും സമൂഹത്തിന് മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരാൻ
മാധ്യമങ്ങൾക്ക് സാധിക്കണം. വിമർശനങ്ങളോടൊപ്പം തിരുത്തൽ ശക്തിയായി ശക്തമായി പ്രവർത്തിക്കുന്നതോടൊപ്പം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾ, അവഗണിക്കപ്പെട്ട രംഗങ്ങൾ അത് കണ്ടെത്തി അത് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന്, ആ വേദനകളും പ്രയാസങ്ങളും ഒരു പൊതുധാരയിലേക്ക് ഉയർത്തിക്കാട്ടുന്നതിന് മാധ്യമങ്ങൾക്ക് സാധിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ഞാൻ ഈ അവസരത്തിൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. മീഡിയ വൺ ടിവിയുടെ ഈ തുടക്കം അത് ദൃശ്യമാധ്യമ രംഗത്ത് പുതുമകൾ നിറഞ്ഞ് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അങ്ങനെ മാധ്യമരംഗത്തെ ഒരു താരോധ്യമായിട്ട് ഈ മീഡിയ വൺ ടിവിയുടെ പ്രവർത്തനത്തിൻ്റെ തുടക്കമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. മീഡിയ വൺ ടിവി ശിലാസ്ഥാപന ചടങ്ങിനെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് മീഡിയ വൺ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.